ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക കാലം ഗർഭം കൊണ്ടോ ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനമുണ്ടാ പോടോ. അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ട് എത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കാ? എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്ന് അവരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ? ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു. സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്കിലൊക്കെ ഇരുന്ന് ആഭരണങ്ങൾ എടുത്തോ. നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 10-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തി. അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. പോരട്ടെ, ആവശ്യം